വെണ്ണലയിൽ മകൻ കുഴിച്ചിട്ട അമ്മയുടെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. വെണ്ണല സ്വദേശി അല്ലിയുടെ മൃതദേഹമാണ് മകൻ പ്രദീപ് കുഴിച്ചു മൂടിയത്. വീണ്ടും കിരൺകുമാർ ചേരുന്നു. കിരൺകുമാർ, ഈ മകൻ്റെ വാക്കുകളിൽ ദുരൂഹതയുണ്ട്. മദ്യലഹരിയിലായിരുന്നു, മരിച്ച അമ്മയെയാണ് കുഴിച്ചിട്ടത് എന്ന്. പക്ഷേ ആരും അറിയാതെ എന്തിന് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയൂ എന്ന് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. നിർണായകമായ വിവരങ്ങൾ വൈകാതെ പുറത്തു വരും എന്നല്ലേ? കിരൺ, കേൾക്കാമെങ്കിൽ. വെണ്ണലയിൽ, കൊച്ചിയിലെ വെണ്ണലയിൽ മകൻ അമ്മയുടെ മൃതദേഹം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. വെണ്ണല സ്വദേശി അല്ലിയുടെ മൃതദേഹമാണ് മകൻ പ്രദീപ് കുഴിച്ചിട്ടത്. പ്രദീപ് പോലീസിൻ്റെ പിടിയിലുമാണ്. ഏതായാലും വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടി കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവരങ്ങൾ വ്യക്തമാകും. കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് ഏകദേശം വ്യക്തമാകുമെന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞത്. കിരൺകുമാറിലേക്ക് വീണ്ടും. കിരൺ, പോലീസ് എന്ത് പറയും? കൃഷ്ണരാജ്, ഇപ്പോഴും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും മരണകാരണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ACP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഏതായാലും ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയ അല്ലിയുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത്. ചില കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് പറയുന്നത്. ഈ അല്ലിയുടെ മകൻ പ്രദീപ് ആണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. ഏതായാലും ഇയാളെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, അമ്മയുടെ മരണത്തിന് ശേഷം താൻ പിന്നീട് മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങളിൽ കുറച്ച് വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഇയാൾ പറയുന്നതനുസരിച്ച് അമ്മയുടെ മരണശേഷം താൻ ഇക്കാര്യങ്ങൾ സമീപവാസികളെയൊക്കെ വിളിച്ചറിയിച്ചിരുന്നു, സഹായത്തിന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരും വരാതിരുന്നതിനെ തുടർന്നാണ് താൻ തന്നെ കുഴിയെടുത്ത് മൂടിയത് എന്നുള്ളൊരു കാര്യമാണ് ഇയാൾ ഏതായാലും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ കാര്യം വ്യക്തമാകുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ നേരത്തെ ഇവരുടെ ബന്ധുക്കളുടെ അടക്കമുള്ള മൊഴികളും പോലീസ് ശേഖരിച്ചിരുന്നു. അമ്മയുമായി ചില വാക്കുതർക്കങ്ങളുണ്ട് എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ അമ്മയെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് അമ്മയെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള സ്വഭാവക്കാരനായിരുന്നില്ല പ്രദീപ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ ഇന്നലെയും രാവിലെ അമ്മയുമായി ആശുപത്രിയിൽ പോവുകയും അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഇയാൾ ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. ഈ മദ്യപിച്ച് വന്നതിന് ശേഷം അമ്മയുമായി പ്രശ്നമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ശരി, അപ്പോഴും ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. ചിലരെങ്കിലും പറയുന്നുണ്ട് മദ്യപിച്ച് അമ്മയെ ആക്രമിക്കുന്ന ആളാണെന്ന്. പക്ഷേ വിവരങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെ ഒരാളായിരുന്നില്ല. ഇന്നലെയും അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. തിരിച്ച് ഭക്ഷണമടക്കം കൊണ്ട് അമ്മയെ വീട്ടിലാക്കി. മദ്യപിക്കുന്നു എന്നത് ശരിയാണ്, പക്ഷേ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. പോലീസ് ഇയാളെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ.